അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. 3 കാര്യങ്ങളിലാണ് ഇന്ത്യക്ക് തിരിച്ചടി ലഭിക്കാൻ പോകുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ വ്യാപാരം തകിടം മറിയും എന്ന കാര്യം ഉറപ്പാണ്. ഇറാൻ 3 പ്രധാന നീക്കങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 നടത്തിക്കഴിഞ്ഞു. ഇസ്രായേലിൽ ആക്രമണം നടത്തുക, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നീ തിരിച്ചടികളാണ് ഇറാൻ നടത്തിയത്. മൂന്നാമത്തേത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഇറാൻ ചെയ്താൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ വെട്ടിലാകും. എന്നാൽ ഈ നിർണായക നീക്കം ഇറാൻ നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇറാൻ ചെയ്താൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ വെട്ടിലാകും. അങ്ങനെയൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ലോകത്തെ പ്രധാന ചരക്കുകടത്ത് പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഗൾഫ് മേഖലയിൽ നിന്ന് പേർഷ്യൻ കടൽ വഴി 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ ഒമാൻ ഉൾക്കടലിൽ പ്രവേശിച്ചാണ് അറബിക്കടലിലേക്ക് ചരക്ക് കപ്പലുകൾ വരുന്നത്. ശേഷമാണ് ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ എത്തുന്നത്. ഇറാൻ ഹോർമൂസ് അടച്ചാൽ ചരക്കുകൾ എത്തില്ല. മാത്രമല്ല, ഇന്ത്യയുടെ എണ്ണ ഇതര കയറ്റുമതിയുടെ 13% ഹോർമൂസിലൂടെയാണ്. ഇന്ത്യയുടെ ഇത്രയും കയറ്റുമതിക്ക് ഇങ്ങനെ ഒരു നീക്കമുണ്ടായാൽ അത് വെല്ലുവിളിയായി മാറും. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ചരക്കു കപ്പൽ പോകുന്നത് ഹോർമൂസിലൂടെയാണ്. മാത്രമല്ല, പശ്ചിമേഷ്യ വഴി യൂറോപ്പിലേക്കും ചരക്കുകൾ പോകുന്നുണ്ട്. $36,020 കോടി ചരക്കുകളാണ് ഇന്ത്യ ഇതിലൂടെ കയറ്റുമതി ചെയ്യുന്നത്. ഇത് തടസ്സപ്പെട്ടാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടിയുണ്ടാകും. ഹോർമൂസ് വഴി UAE-യിലേക്കാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ചരക്കുകൾ അയക്കുന്നത്. $28.5 ബില്യൺ ചരക്കുകളാണ് UAE-യിലേക്ക് പോകുന്നത്. സൗദിയിലേക്ക് $11.7 ബില്യൺ, ഇറാഖിലേക്ക് $2.8 ബില്യൺ, കുവൈത്തിലേക്ക് $2.1 ബില്യൺ, ഖത്തറിലേക്ക് $1.7 ബില്യൺ, ഇറാനിലേക്ക് $1.25 ബില്യൺ എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ എണ്ണ ഇതര ചരക്കു കയറ്റുമതി. ഇതെല്ലാം തടസ്സപ്പെടും. സ്വർണം, ഭക്ഷ്യവസ്തുക്കൾ, രാസവളങ്ങൾ, എഞ്ചിനീയറിംഗ് ചരക്കുകൾ എന്നിവയുടെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് തിരിച്ചടി ലഭിക്കും. ഇന്ത്യൻ പ്രവാസികളുടെ യാത്രയും ജീവിതവുമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളിയായി മാറുന്നത്. GCC-യിലെ മിക്ക രാജ്യങ്ങളും വ്യോമപാത അടച്ചു. ഇനി പ്രവാസികൾക്ക് യാത്ര സാധ്യമല്ല. യുദ്ധം അവസാനിക്കാതെ ഒരു വിമാനവും സർവീസ് നടത്തില്ല. മാത്രമല്ല, UAE-യിലും ഇറാഖിലും മരണം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിലെ മുന്നേറ്റമാകും ഇന്ത്യക്ക് മറ്റൊരു തിരിച്ചടി. നിലവിൽ $72 ബാരൽ വില. ഇത് $95 മുതൽ $110 വരെ ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. ആവശ്യമുള്ളതിന്റെ 80% എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ഇവയ്ക്ക് വില കൂടിയാൽ ഇന്ത്യയുടെ വ്യാപാരം വർദ്ധിക്കും. അവശ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയരും. ജനജീവിതം പ്രതിസന്ധിയിലുമാകും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ അയക്കാൻ പറ്റാതെയാകും. ഇത് ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളെയും സാമ്പത്തികമായി ഞെരുക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുൻപ് വർഷങ്ങളോളം ഇന്ത്യയുടെ മുൻനിര എണ്ണ വിതരണക്കാരിൽ ഒന്നായിരുന്നു ഇറാൻ. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി തുടരുകയാണ്. ഇന്ത്യ 2ാമത്തെ ജനസംഖ്യ കൂടുതലുള്ള രാജ്യവും വലിയ ജനസംഖ്യാപരമായ ലാഭവിഹിതമുള്ള ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയുമാണ്. ഇത് ഇറാനെ അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാനും വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും അവസരം നൽകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.